നമസ്കാരം. നമ്മുടെ നിയമവ്യവസ്ഥിതിയെ എത്രമാത്രം പിണറായി വിജയൻ്റെ സർക്കാർ വളച്ചൊടിച്ചു എന്ന് നമ്മൾ പലപ്പോഴും കണ്ടതാണ്. സാധാരണക്കാരന് ഒരു അഭയമായിരുന്ന ലോകായുക്ത, ഈ ലോകായുക്തയെ പിണറായി വിജയൻ എന്ന കഴിവുകെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി അതിൻ്റെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കിയതും നമ്മൾ കണ്ടതാണ്. ഇന്ന് പല്ലും നഖവും കൊഴിഞ്ഞ വെറുമൊരു സർക്കാർ സംവിധാനം മാത്രമായി മാറിയിരിക്കുന്നു ലോകായുക്ത. അതിന് കാരണക്കാരൻ പിണറായി വിജയനാണ്. പാർട്ടി കൊലയാളികളെ രക്ഷിക്കാനായി എത്രമാത്രം കോടി രൂപയാണ് കേരളത്തിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് പിണറായി വിജയൻ ചെലവാക്കിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും നമ്മൾ ഒരിക്കലും അവരെ മറക്കില്ല. കാസർഗോഡ് പെരിയയിലെ ഇരട്ടക്കൊല എന്ന കുപ്രസിദ്ധി ആർജിച്ച രാഷ്ട്രീയ കൊലപാതകമായിരുന്നു കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും. പെരിയ ഇരട്ടക്കൊലക്കേസിൻ്റെ അന്വേഷണം CBIക്ക് വിടാതിരിക്കാനായി പിണറായി വിജയൻ്റെ സർക്കാർ കേരളത്തിലെ പൊതു ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് 1,10,00,000-ലേറെ രൂപയാണ്. ഇപ്പോൾ അതുപോലെയാണ് മട്ടന്നൂർ ഷുഹൈബ് വധക്കേസ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ആ ഷുഹൈബിൻ്റെ കൊലയാളികളെ രക്ഷിക്കാനായി കേസിൻ്റെ അന്വേഷണം CBIക്ക് വിടാതിരിക്കാനായി പിണറായി വിജയൻ്റെ സർക്കാർ ഏകദേശം 58 ലക്ഷത്തോളം രൂപയാണ് കേരളത്തിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത്. സുപ്രീം കോടതിയിലെ വില കൂടിയ വക്കീലന്മാരെ കൊണ്ടുവന്നിട്ടാണ് വാദിപ്പിച്ചത്. ആ പിണറായി വിജയനെ പറ്റി ഇന്ന് അയാളുടെ അടിമകളായ അന്തം കമ്മികൾ, കാരണം ഒരുമാതിരിപ്പെട്ട സഖാക്കൾക്കൊക്കെ ബോധം വീണു, പക്ഷേ അടിമകളായ വിവരദോഷികളും അക്ഷരാഭ്യാസമില്ലാത്തവരുമായ അന്തം കമ്മികളൊക്കെ സമൂഹ മാധ്യമത്തിൽ വിളിക്കുന്ന തെറി, അതായത് അയാളെ വിമർശിക്കുന്നവരെ വിളിക്കുന്ന തെറി കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. ഇവരൊക്കെ സമൂഹത്തിന് എത്രമാത്രം ഭീഷണിയാണെന്നുള്ള കാര്യം. എന്തായാലും ഷുഹൈബ് വധക്കേസിലെ പ്രതികളെല്ലാം ജാമ്യത്തിലായിരുന്നു. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ, കൊലയാളികൾ ജാമ്യത്തിലായിരുന്നു. എന്നാൽ ഇന്ന് തലശ്ശേരി കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. ഇവരുടെ ഈ ജാമ്യം റദ്ദാക്കി ഇവരെ റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. 2018 ഫെബ്രുവരി 18 രാത്രി 10:30 മട്ടന്നൂർ കീഴൂർ തെരുവിലെ ഉറി എന്ന തട്ടുകടയിൽ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുമ്പോൾ മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തിയ CPM ഗുണ്ടകൾ, CPM കൊലയാളികൾ ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അക്രമം തടയാൻ ശ്രമിച്ച ഷുഹൈബിന്റെ സുഹൃത്തുക്കളായ നൌഷാദിനും റിയാസിനും പരിക്കേറ്റിരുന്നു. ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്യാനാണ് ഇന്ന് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള പ്രതികളുടെ നീക്കമാണ് കോടതിയുടെ അപ്രതീക്ഷിത ഉത്തരവിലൂടെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നത്. ഇതോടെ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള 17 പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഈ മാസം 18 മുതൽ ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അക്രമത്തിൽ പരിക്കേറ്റവരും ഷുഹൈബിൻ്റെ സുഹൃത്തുക്കളുമായ 2 പ്രധാന സാക്ഷികളുടെ വിസ്താരം പ്രോസിക്യൂഷൻ പൂർത്തിയാക്കി. പ്രതികളെ ഇവർ തിരിച്ചറിഞ്ഞു. എന്നാൽ പ്രതികളുടെ അഭിഭാഷകർ ക്രോസ് വിസ്താരത്തിന് തയ്യാറായില്ല. ഇന്ന് കോടതിയിൽ ഹാജരായ പ്രതികളുടെ അഭിഭാഷകരായ സുനിൽ മഹേശ്വരൻ പിള്ളയും NR ഷാനവാസും ക്രോസ് വിസ്താരം നടത്തുന്നില്ല എന്ന് കോടതി അറിയിച്ചു. 1 മുതൽ 3 വരെ പ്രതികളുടെ അഭിഭാഷകരായ PV ഹരി കോടതിയിൽ എത്തിയില്ലെങ്കിലും ക്രോസ് വിസ്താരത്തിന് ഇല്ലെന്ന് കോടതി അറിയിച്ചു. കേസ് നിലവിലെ കോടതിയിൽ നിന്ന് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ക്രോസ് വിസ്താരം നടത്തുന്നതിൽ നിന്ന് അഭിഭാഷകർ വിട്ടുനിന്നത്. അഭിഭാഷകരുടെ തീരുമാനം തന്നെയാണോ പ്രതികൾക്കുമെന്ന് കോടതി ചോദിച്ചപ്പോൾ അതെ എന്നായിരുന്നു പ്രതികളുടെ മറുപടി. അതേസമയം പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് കോടതി ഇവരുടെ ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്യാനായി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാദം തുടരട്ടെ എന്നും കോടതി അറിയിച്ചിട്ടുണ്ട്. 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി റൂബി കെ ജോസ് ആണ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയത്. ഈ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിലുൾപ്പെടെ അലംഭാവം കാണിച്ച് ഏറെ വിവാദം സൃഷ്ടിച്ച കേസാണ് ഈ മട്ടന്നൂർ ഷുഹൈബ് വധക്കേസ്. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസ് വിചാരണ തന്നെ തുടങ്ങിയത്. പ്രതികളെ സംരക്ഷിക്കുന്നതിന് അന്ന് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ വഴിവിട്ട നീക്കങ്ങൾ നടത്തിയതൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പക്ഷേ അതൊന്നും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ബാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ ആകാശ് തില്ലങ്കേരി, റിജിൽ രാജ്, ജിതിൻ, CS ദീപ്ചന്ദ്, TK അസ്കർ എന്നിവരാണ് 1 മുതൽ 5 വരെയുള്ള പ്രതികൾ. ബൈജു, അൻവർ സാദത്ത്, അഖില്, സഞ്ജയ്, രജത്ത്, KV സംഗീത്, അഭിനാഷ്, നിജിൽ, പ്രശാന്ത്, സിനീഷ്, സുബിൻ, പ്രജിത്ത് എന്നിവരാണ് ഈ കേസിലെ മറ്റു പ്രതികൾ. ഈ പ്രതികൾക്കെല്ലാവരും ചെറുപ്പക്കാരാണ്. എല്ലാവർക്കും 30 വയസ്സിന് താഴെ മാത്രമാണ് പ്രായം. 1-2 പേർക്ക് 31-32 വയസ്സുണ്ട്. കാരണം ഇവന്മാരൊക്കെ ഈ പാർട്ടിയുടെ തണലിലാണ് ഇവന്മാരൊക്കെ ഇതുവരെ അറുമാദിച്ചു നടന്നത്. യഥാർത്ഥത്തിൽ കൊലയ്ക്ക് കൊല എന്നുള്ള ഒരു നിയമ സംവിധാനമാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. എങ്കിൽ ഇവിടെ ഈ രാജ്യത്ത് കൊലപാതകങ്ങളുടെ എണ്ണം തന്നെ കുറയുമായിരുന്നു. പക്ഷേ ഇവനെയൊക്കെ ഇനിയിപ്പോൾ ജയിലിലേക്ക് അയച്ച് ജയിലിൽ അവരൊക്കെ നല്ല ഭക്ഷണവും മറ്റും കൊടുത്ത് ഇവരെയൊക്കെ തടിച്ചു കൊഴുത്ത് ഇരിക്കുന്ന ഇവരൊക്കെ പുറത്തിറങ്ങും. സ്വന്തം ജീവൻ രക്ഷിക്കാനല്ലാതെ മറ്റേതെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി ഒരാളെ കൊലപ്പെടുത്തിയവനെ തിരിച്ച് അവനും വധശിക്ഷ തന്നെ നൽകണം. ആ ഒരു നിയമം പൊളിച്ചെഴുതിയില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. എന്തും ചെയ്യാം, പാർട്ടി സംരക്ഷിക്കുമെന്നുള്ളൊരു ധൈര്യമാണ് ഈ തെമ്മാടികൾക്ക്, ഈ ക്രിമിനലുകൾക്ക്. അതാണ് അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. ഈ 30 വയസ്സിന് താഴെയുള്ള ഈ ചെറുപ്പക്കാർ ഇതൊക്കെ ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പാണ്.
അതായത് അവർക്ക് 20-21 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പലരും ഈ കേസിൽ പെട്ടത്. ഈ കൗമാരക്കാരായ കുട്ടികളെ HFI എന്നും മറ്റും പറഞ്ഞിട്ട് ഇവരൊക്കെ വളഞ്ഞിട്ട് പിടിക്കുകയാണ്, അവരെ പാർട്ടിയോടൊപ്പം നിർത്തുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും, എന്നിട്ട് അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും, അവരെ ക്രിമിനൽ കേസുകളിൽ പ്രതികളാക്കിയതിനു ശേഷം ഇവർക്കൊരു പാസ്പോർട്ട് എടുക്കാനോ ഒരു സർക്കാർ ജോലി കിട്ടാനോ വിദേശത്ത് പോയി ജോലി ചെയ്യാനോ ഒന്നും കഴിയാത്ത തരത്തിൽ ഇവിടെ പൂട്ടിയിടും. എന്നാൽ നേതാക്കന്മാരുടെ മക്കളെയൊക്കെ വിദേശത്തേക്ക് അയക്കുകയും അവരൊക്കെ വലിയ കോടികൾ ആസ്തിയുള്ള ബിസിനസ്സുകളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഇതൊന്നും മനസ്സിലാക്കാൻ ഈ മരക്കഴുതകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ആകാശ് തിലങ്കരിയുടെയൊക്കെ കാര്യം നമുക്കറിയാവുന്നതാണ്. എന്തായാലും പോലീസ് ഈ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കമ്മികൾക്ക് സമയദോഷമാണ്. അതിൻ്റെയൊക്കെ ഒരു അസഹിഷ്ണുതയാണ് അവർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ മറ്റുള്ളവരെ തെറിവിളിച്ച് തീർക്കുന്നത്. എന്തായാലും തങ്ങളുടെ അണികൾ പുതിയ സർക്കാർ വരുമ്പോൾ അകത്തേക്ക് പോകുമെന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ജയിലിലെ ശമ്പള പരിഷ്കരണമൊക്കെ പിണറായി സർക്കാർ വരുത്തിയത്. ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ 10 വർഷം ഈ നാടിനെ തകർത്തെറിഞ്ഞിട്ട് ആ മനുഷ്യൻ പോയിട്ട് വീണ്ടും അയാളെ ന്യായീകരിക്കുകയാണ് ചില അന്തം കമ്മികൾ. ഇവനെയൊക്കെ അകറ്റി നിർത്തണം. ഇപ്പോഴും പിണറായി വിജയനെ ന്യായീകരിക്കുന്നവരെ, അയാൾ ചെയ്ത തെമ്മാടിത്തരങ്ങളെയും അഴിമതികളെയും ന്യായീകരിക്കുന്നവരെ അകറ്റി നിർത്തുക തന്നെ വേണം. അത് മറ്റുള്ളവരെ തെറി വിളിച്ച് അവരുടെ വരുതിക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വി ഡി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇപ്പോൾ അന്തം കമ്മികളെ സംബന്ധിച്ചിടത്തോളം വലിയ ശനിദശയാണ്. ഷുഹൈബ് വധക്കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി റിമാൻഡ് ചെയ്യുമ്പോൾ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള പാർട്ടി ഗുണ്ടകൾ അകത്തു പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും.